ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു അടുത്ത പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. എയർ ഫ്രയർ ആണ്, ഷവോമീൻ്റെ എയർ ഫ്രയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ 3.5 ലിറ്ററാണ് വരുന്നത് കപ്പാസിറ്റി. പിന്നെ ഈ ടെമ്പറേച്ചറൊക്കെ നമുക്ക് 40 മുതൽ 200 ഡിഗ്രി വരെയൊക്കെ ഇതാക്കാം. പിന്നെ ഇതിൽ നമുക്ക് ആപ്പിലൊക്കെ കുറേ വർക്കിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ആപ്പിൽ വരുന്ന 24 hour ടൈമർ. പിന്നെ ഡിസ്പ്ലേ ഒക്കെ ഇത് വരുന്നത് ഇങ്ങനെ ടച്ച് ഇങ്ങനെ ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ വരുന്നത്. പിന്നെ 50+ റെസിപ്പി എന്നൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ബോക്സിൻ്റെ സൈഡ്. ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത് ഇത്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഓക്കെ, ഓരോ ടൈമിൽ ഓരോ പ്രൈസിങ്ങാണ് വരുന്നത്. ഞാനിപ്പോൾ വാങ്ങിയത് ഒരു 4900 അങ്ങനെ എത്രയാണ് വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ യൂസർ മാനുവൽ വരുന്നത്. ഇത് എയർ ഫ്രയർ ലിമിറ്റഡ് വാറണ്ടിൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് എയർ ഫ്രയർ. അപ്പം ഇവിടെ പുറത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പവർ ബട്ടണൊക്കെ വരുന്നുണ്ട്. അത് ടച്ചാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ നോബാണ്, റെസിപ്പീസ് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഷവോമീൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ സൈഡല്ല ബാക്കിൽ ഇവിടെ എയർ ഫ്ലോയിനുള്ള ഒരു ഇതുണ്ട്. പിന്നെ പ്ലഗ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്ലഗ്ഗാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലഗ്ഗാണ് കേട്ടോ, നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ വെക്കുക. ഇത് അത്യാവശ്യം നല്ല ഒരു അലുമിനിയം ഒരു സ്റ്റീൽ മിക്സൊക്കെയാണ് വരുന്നത്. ഓക്കെ, വളയൊന്നുമില്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊരു നോൺ സ്റ്റിക്കൊക്കെ പോലെ ഉണ്ട് കേട്ടോ. റെസിപ്പീസൊക്കെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ജസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇറക്കി വെക്കാം. നമുക്ക് ഇതും കൂടി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലെയറായിട്ട് ഇങ്ങനെ വെക്കാം. താഴെ ഫുഡ് കുറച്ച് വെച്ചിട്ട് ഇവിടെ മേലെയും എന്തെങ്കിലും ഇപ്പം ഗ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആയി. ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് ഇത് ടച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ റെസിപ്പീസൊക്കെ സെലക്ട് ചെയ്യുക, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഓണാക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ ഞെക്കിയാൽ മതി. ഒരു MIൻ്റെ ലോഗോ വന്ന് ഡിസ്പ്ലേയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ, നെക്സ്റ്റ് അടിക്കാനൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് മാനുവലായിട്ട് ടെമ്പറേച്ചർ ടൈമൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ വിങ്സ്, അതൊക്കെ നമുക്ക് ഫിഷ്, അതൊക്കെ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ ഓൾറെഡി സെറ്റ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. കുറേ ഇതുണ്ട്. പിന്നെ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാം, വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുക, അതൊക്കെ ഞാൻ അടുത്തതിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ബാക്കോട്ട് വരണമെങ്കിൽ ഞെക്കി പിടിച്ചാൽ മതി. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാനുവൽ നമുക്ക് എടുത്തിട്ട് ടെമ്പറേച്ചർ നമുക്കിപ്പോൾ 200 മാക്സിമം, ഏറ്റവും മിനിമം 40 വരുന്നത്, 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഒരു റെസിപ്പി ഒരു 200 ഒരു ഇത് മിനിറ്റാണ് കേട്ടോ. മിനിറ്റ് മാക്സിമം 1 മണിക്കൂറാണ് വരുന്നത്, ഏറ്റവും പിന്നെ 1 മിനിറ്റാണ് വരുന്നത്. നമുക്ക് ഒരു
20 മിനിറ്റിലേക്കാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് തുടങ്ങി. ഓക്കെ, നമുക്കിപ്പോൾ നടുവെന്നൊക്കെ ഇപ്പോൾ നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, യെസ് നോ. യെസ് ഞെക്കി കഴിഞ്ഞാൽ യെസ് ഞെക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ ഒരു ചിക്കൻ വിങ്സ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ വിങ്സിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിംഗിൾ ലെയർ ഡബിൾ ലെയർ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നില്ലേ, അതായത് ഇതിപ്പോൾ താഴെയുള്ള മാത്രമാണെങ്കിൽ സിംഗിൾ ആയിരിക്കും, ഇവിടെയും സാധനം ഉണ്ടെങ്കിൽ ഡബിൾ ലെയർ അങ്ങനെ കൊടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ നമുക്ക് 2 ഡബിൾ ലെയർ സാധനം ഉണ്ടെങ്കിൽ ഡബിൾ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് സെറ്റായിട്ടുണ്ടാവും. ചിക്കൻ വിങ്സിൻ്റെ 25 മിനിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നടുവിലൊക്കെ നിർത്തി എത്ര ഫ്രൈ ആയി എന്നൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ആവും. നമുക്കിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇനിയും ഫ്രൈ ആവാനുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതായി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആവും. നമുക്ക് ഞാൻ റെസിപ്പീസൊക്കെ നമ്മൾ വീട്ടിലിപ്പോൾ ഫ്രൈ ആക്കാനുള്ള ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, എത്ര ഫ്രൈ ആവുന്നുണ്ട് എല്ലാം കാണിച്ചു തരാം. അപ്പം നമുക്ക് ആപ്പ് വഴി നമുക്ക് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. നമുക്കിപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. അതിന് മുമ്പേ നമ്മൾ ഇവിടുത്തെ വൈഫൈയിൽ ഈ ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്യണം. ഇതായിരിക്കും പേരുണ്ടാവുക. ഓക്കെ, അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സ്മാർട്ട് എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് നമുക്കിവിടെ ആഡ് ഡിവൈസ് എന്നിങ്ങനെ കൊടുക്കാം. ബ്ലൂടൂത്ത് ഓൺ ആക്കണം എന്ന് പറയുന്നുണ്ട്, എല്ലോ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഓൾറെഡി ഡിവൈസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ വിങ്സ്, ഫിഷ്, കേക്ക്, അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഓണാക്കുന്നതും ഓഫാക്കുന്നതും. ഇപ്പോൾ ഫിഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിംഗിൾ ലെയർ, ടെമ്പറേച്ചർ 190, കുക്കിംഗ് ടൈം 10 മിനിറ്റ്സ് സ്റ്റാർട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ വർക്കിംഗ് തുടങ്ങി. നമുക്കിപ്പോൾ പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യുക, എൻ്റെ ആണെങ്കിൽ എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പായി. വൈഫൈയിൽ എങ്ങനെ കറക്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇതിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പുറത്താണ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയൊക്കെ സെറ്റാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വൈഫൈ വേണം. ഓക്കെ, നമ്മൾ 1 ടൈം കണക്ട് ചെയ്താൽ മതി, പിന്നെ അത് ഓട്ടോമാറ്റിക് അതിൽ കണക്ട് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം പുറത്ത് വരുന്ന വഴിക്ക് നമുക്ക് എന്താക്കാം, നമുക്കിവിടെ നമ്മുടെ ഫോണിൽ സാധാ നെറ്റ് ഉണ്ടായാൽ മതി. എന്നിട്ട് ഈ ആപ്പിൻ്റെ ഉള്ളിൽ കയറുക. എന്നിട്ട് ഇതിൽ നമുക്കിപ്പോൾ എന്താണോ അതിൻ്റെ ഉള്ളിൽ റെസിപ്പി ഉള്ളത്, നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ നമുക്ക് ഇപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ ഇതിൽ സമയമൊക്കെ സെറ്റ് ചെയ്യാം. 20 മിനിറ്റിലേക്ക് കുക്ക് ചെയ്യണം. 190 അല്ലെങ്കിൽ 200. എന്നിട്ടിപ്പോൾ സിംഗിൾ ലെയർ ആണോ ഡബിൾ ലെയർ ആണോ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ സ്റ്റാർട്ടായിക്കോളും. ഓക്കെ, പിന്നെ നമ്മൾ വീട്ടിൽ ഒരു അരമണിക്കൂർ മുമ്പേ എത്തുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ ടൈം അതിനനുസരിച്ചൊക്കെ നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാം ടൈം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ചൂടോടെ എല്ലാം കഴിക്കാം. അങ്ങനെ നല്ല ഫീച്ചറാണ് ഇത്.
ഇത് നമുക്ക് ഫിഷ് ഫ്രൈ അങ്ങനെ റെസിപ്പീസ് ഓരോന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി അടുത്ത കാണിച്ചു തരാം. ഇപ്പം നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്നടിച്ച് ഉണ്ടോ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഓണാക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ ഫിഷ് ഉള്ള സെലക്ട് ചെയ്യാം. പിന്നെ സിംഗിൾ ലെയർ ഓർ ഡബിൾ ലെയർ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ സിംഗിളേ ഉള്ളൂ. ആ ഗ്രില്ലും കൂടി വന്നു കഴിഞ്ഞാൽ ഡബിൾ ലെയർ കൊടുക്കാം. നമുക്കിപ്പോൾ സിംഗിൾ ലെയർ മതി. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 10 മിനിറ്റാണ് കാണിക്കുന്നത്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. ഇതിപ്പം വൈഫൈയിൽ കണക്റ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടി നമുക്ക് ഇതിൻ്റെ ഒന്ന് നെറ്റൊക്കെ ഓണാക്കിയിട്ട് ഈ ആപ്പിൽ പോയി നോക്കാം. ഷവോമി ഹോം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, പ്രോഗ്രാം ഇൻ പ്രോഗ്രസ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാണാം. സിംഗിൾ ലെയർ 190ൽ 10 മിനിറ്റ്. ഇവിടെ തന്നെ നമുക്ക് പോസും ചെയ്യാം, എൻഡും ചെയ്യാം. നമ്മൾ പുറത്ത് എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതിൽ പ്ലീസ് ഷെയ്ക്ക് ദ ഫുഡ് എന്ന് കാണിക്കുന്നുണ്ട്. മറിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. സ്മെല്ല് നല്ല ഫ്രൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവാനുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും കൂടി ഉണ്ട്. എന്തായാലും ഫ്രൈ ആവില്ല. ഒന്നും കൂടി നമുക്ക് മാനുവലായിട്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ് ഇത് ഏകദേശം കുറച്ചും കൂടി പൊരിയാനുണ്ട്. നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം മാനുവലിൽ. മാനുവലിൽ 190ൽ 10 മിനിറ്റ് വെക്കാം. അഞ്ച് മിനിറ്റ് ഒരു സൈഡും 5 മിനിറ്റ് അപ്പുറത്തെ സൈഡും. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. ഫ്രൈ ആവുന്ന തിരിച്ചിടുക. എന്നിട്ട് ഒന്നും കൂടി ഓണാക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം.
ഫ്രൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് റെസിപ്പി ചിക്കൻ. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ വിങ്സിൽ നമുക്കിടാം. സിംഗിൾ ലെയർ ഒരു ഡബിൾ ലെയർ, നമുക്ക് സിംഗിൾ. 15 minutes. മയക്കില്ല. മറിച്ചിടുന്നു. Like,